to Cooking and Mayflower. Today my grandmother is preparing a Christmas recipe, chicken chukka. ചിക്കൻ ചുക്ക നല്ല ഹോട്ടൽ രുചിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഇന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ. ഇനി നമുക്ക് ചിക്കൻ ചുക്ക ഉണ്ടാക്കാൻ തുടങ്ങാം. കറി ഉണ്ടാക്കാനുള്ള ചിക്കനാണിത്. ചിക്കൻ ഇതുപോലെ മീഡിയം കഷ്ണങ്ങളായിട്ട് മുറിച്ചതാണ്. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് ഈ കറിക്ക് എടുത്തിരിക്കുന്നത്. ഈ കറിക്ക് ഒരു മസാലപ്പൊടി ഉണ്ടാക്കണം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇത്: ചെറിയ ജീരകം, മല്ലി, ഏലക്ക, പട്ട, ഉണക്കമുളക്, കറയമ്പ്, മല്ലിയില, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത് മൂന്നും കൂടി നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത്. ഞാനിവിടെ 4 വലിയ സവാളയാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ഇനി വേണ്ടത് 2 മീഡിയം തക്കാളി. ആദ്യം നമുക്ക് ഈ മസാലകളൊന്ന് പൊടിച്ചെടുക്കണം. ഇതുപോലെ പൊടിച്ചെടുക്കാനൊക്കെ മടിയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മല്ലി, മുളക്, ഗരം മസാലപ്പൊടിയൊക്കെ ചേർത്ത് നമുക്ക് ചിക്കൻ ചുക്ക ഉണ്ടാക്കാം. എന്നാൽ ഇതുപോലെ നമ്മൾ പൊടിച്ചെടുത്ത് ഉണ്ടാക്കുമ്പോഴാണ് അതിന്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഈ പൊടിക്കാനുള്ള മസാലകൾ നമുക്ക് ഇതുപോലുള്ളൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഇട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അങ്ങനെ ചൂടാക്കി എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് പൊടിച്ചെടുക്കാൻ പറ്റും. കൂടുതൽ സമയമൊന്നും വറക്കണ്ട. നമ്മൾ ഈ മുളകൊക്കെ ഒന്ന് കയ്യിലെടുത്ത് പോകുമ്പോൾ ഒന്ന് ക്രിസ്പിയായി വരുന്ന പാകം മതി. ആ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ചെറിയ ചൂടിൽ തന്നെ വറുത്തെടുക്കണം. മസാലകളൊന്നും കരിഞ്ഞു പോകരുത്. ഇനി നമുക്ക് ഈ വറുത്തെടുത്ത മസാലകൾ മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കണം. ഇപ്പോൾ മസാലകളെല്ലാം നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടിച്ചെടുത്ത മസാലകൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഈ ജാറിൽ തന്നെ അരക്കാനുള്ള പച്ചമുളക്, മല്ലിയില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കണം. ഇപ്പോഴെല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചെടുത്തതും ആ പൊടികളും എല്ലാം നമുക്ക് ചിക്കനിൽ ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ആദ്യം ചിക്കനിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന മസാലകളും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ചിക്കനിലേക്ക് നമുക്ക് കാശ്മീരി ചില്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലിപ്പൊടി ചേർത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തിരുമ്മി യോജിപ്പിക്കണം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ മസാല എല്ലാം ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മൂടി 1 മണിക്കൂർ മാറ്റി വെക്കാം. നമുക്ക് തിരക്കുള്ള സമയങ്ങളിലാണെങ്കിൽ നമുക്കൊരു 10-15 മിനിറ്റ് ഒക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇതുപോലെ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതാണ് കൂടുതൽ നല്ലത്. നന്നായിട്ട് മസാലയൊക്കെ ചിക്കനിൽ പിടിക്കും. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി 2 ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചു വെക്കണം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർക്കുമ്പോൾ ഒന്ന് കൈകൊണ്ട് ഇതുപോലെ അടർത്തി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇനി ഈ സവാളയിലേക്ക് കുറച്ച് ഉപ്പുപൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടി ഇങ്ങനെ ചേർക്കുമ്പോഴത്തേക്കും സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. സവാള ഒരു ബ്രൗൺ കളറായി വരുന്നവരെ നല്ലപോലെ വഴറ്റണം. കുറച്ച് സമയമെടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള നല്ലതുപോലെ മൂത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ മാത്രമേ ചിക്കൻ നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ കറിക്ക് സവാളയുടെ ഒരു പച്ച മണവും ഒരു മധുരിപ്പും ഉണ്ടാവും. ഇപ്പോൾ സവാള നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തതിന് ശേഷം നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. ഇപ്പോൾ തക്കാളിയൊക്കെ കാണുന്ന പോലെ നന്നായിട്ട് വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വഴറ്റി കൊടുക്കണം. ചിക്കൻ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചിക്കനിലുള്ള വെള്ളം കൊണ്ട് തന്നെ ചിക്കൻ കുക്കായി കിട്ടും. ഇനി നമുക്ക് പാൻ ഒന്ന് മൂടി വെച്ച് ചിക്കൻ കുക്ക് ചെയ്യാം. ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 10 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്യണം. ഇടയ്ക്ക് മൂടി മാറ്റിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ചിക്കൻ മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. കാണുന്ന പോലെ ചിക്കൻ നല്ലൊരു വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. നല്ലതുപോലെ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം പാൻ മൂടി ചിക്കൻ വേവിക്കണം. ഇപ്പൊ നാട്ടിലെ ചിക്കനൊക്കെ ആണെങ്കിൽ കുറച്ച് വേവ് കൂടുതലായിരിക്കും. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ കുക്ക് ചെയ്യണം.
ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി തുറന്ന് വെച്ച് ഇതിന്റെ ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കാം. അധികം വേവില്ലാത്ത ചിക്കനാണെങ്കിൽ നമുക്ക് ഈ 15 മിനിറ്റ് കൊണ്ട് ഈ കറി റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. നല്ല മണമെല്ലാം വരുന്നുണ്ട്. നിങ്ങൾക്ക് കറി കൂടുതൽ ഡ്രൈ ആയിരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ കുറച്ച് സമയം കൂടി സ്റ്റൗവിൽ വെച്ച് കറി ഡ്രൈ ആക്കി എടുക്കാം. അവസാനം ഇതിന്റെ പുറത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില തൂക്കി ഗാർണിഷ് ചെയ്യാം. ഈ ചിക്കൻ ചുക്ക ചപ്പാത്തി, പൊറോട്ട, ബ്രെഡ്, ചോറ് ഇവയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഈ ക്രിസ്മസിന് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.